BJP തെരഞ്ഞെടുപ്പ് കാലത്തെ ഫണ്ട് തട്ടിപ്പ് വലിയ രീതിയിൽ വാർത്തയായി പുറത്തു വന്നപ്പോഴും ഔദ്യോഗിക നേതൃത്വം അത് നിഷേധിക്കുകയാണ്. എന്നാൽ BJP ഫണ്ട് തിരിമറി ആരോപണത്തിൽ ആഭ്യന്തര അന്വേഷണം തുടരുകയാണ്. കൂടുതൽ പേരുടെ മൊഴിയെടുക്കും. സംസ്ഥാന സെക്രട്ടറിയുടെയും 2 മേഖലാ ഭാരവാഹികളുടെയും മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. ഫണ്ട് തിരിമറിയിൽ കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കും. മുൻ അധ്യക്ഷൻ കുമ്മനം രാജശേഖരനും സംസ്ഥാന ട്രഷറർ P. കൃഷ്ണദാസും അന്വേഷണ സംഘത്തിലുണ്ട്. VS രഞ്ജിത്തുണ്ട്. VS രഞ്ജിത്ത്, പുറമെ അത്തരം തട്ടിപ്പില്ല എന്ന് പറയുമ്പോഴും ആഭ്യന്തര അന്വേഷണം സജീവമായി തുടരുകയാണോ VS രഞ്ജിത്ത്? ഡോക്ടർ അരുൺകുമാർ, തീർച്ചയായും ആഭ്യന്തര അന്വേഷണം തുടരുന്നുണ്ട്. അച്ചടക്ക സമിതി രൂപീകരിച്ചിരുന്നു. അച്ചടക്ക സമിതിയുടെ പാനലിൽപ്പെട്ട കുമ്മനം രാജശേഖരനും P. കൃഷ്ണദാസുമാണ് ഈ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. അതിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയരായിട്ടുള്ള 3 പേരുടെ മൊഴി ഇതിനകം രേഖപ്പെടുത്തി. ഇനി ഇതിൽ കൂടുതൽ പരാതിക്കാരായിട്ടുള്ള ആളുകളും അതോടൊപ്പം തന്നെ ഇവർ ഇടപാട് നടത്തിയിട്ടുള്ള ആളുകളുടെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തും. അതിന്റെയൊക്കെ രേഖകൾ പരിശോധിക്കും എന്നുള്ളതാണ്. GST ബിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തൽ. അതുപോലെ തന്നെ ഒരു കടലാസ് കമ്പനി ഉണ്ടാക്കി അതിലേക്ക് പണം കൈമാറ്റം ചെയ്യപ്പെട്ട ആരോപണവുമുണ്ട്. അത്തരത്തിലുള്ള മുഴുവൻ ആരോപണങ്ങളും അന്വേഷിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്നലെ സംസ്ഥാന അധ്യക്ഷൻ വീണ്ടും വാർത്താക്കുറിപ്പ് ഇറക്കിയത് ഒരു തരത്തിലുമുള്ള തട്ടിപ്പ് നടന്നിട്ടില്ല. ആ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോർ കമ്മിറ്റി ചേർത്ത് വെച്ചുകൊണ്ട് നടത്തിയ വാർത്തകളൊക്കെ വ്യാജമാണ്. സുരേഷിനെതിരെ ഒരു തരത്തിലുള്ള ആരോപണമില്ല. സുരേഷിനെ പാർട്ടി പൂർണ്ണമായും അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നലത്തെ വാർത്താക്കുറിപ്പിൽ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയത്. താങ്ക് യു. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു VS രഞ്ജിത്ത്.